ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2025 നടന്ന ഒരു എക്സാം ആണ്. അതായത് 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 152/2025 ആണ്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 2, അതേപോലെ PWD ലൈൻമാൻ. 2025 നടന്ന ഒരു എക്സാം ആണ്. അത് സെറ്റ് ഓഫ് കുറച്ച് ഡിസ്ട്രിക്റ്റിലേക്ക് PWD ലൈൻമാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലേക്ക്. കാറ്റഗറി നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ 32/2025, അതേപോലെ 101/2025, അതേപോലെ 102/2025. ഇത്രയും കാറ്റഗറിയിലേക്ക് നടത്തിയ കോമൺ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. 152/2025 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പൊ ഇതിലിപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 1, 34, അതേപോലെ 43, ഓക്കെ, അതേപോലെ 47, ഇതേപോലെ 90. ഓക്കെ, ഞങ്ങൾക്ക് അവിടെ ഫൈനലിലേക്ക് നോക്കുമ്പോൾ അവിടെ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്താ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോ നിങ്ങളുടെ 10-ാം തീയതിയിലേക്ക് എക്സാം ആവാറായിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാല് സമയം കളയണ്ട, വേഗം വീഡിയോയിലോട്ട് നമുക്ക് അവിടെ പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് എ സോൾഡ് കണ്ടക്ടർ കമ്പയർഡ് ടു ദി സ്റ്റാൻഡേർഡ് കണ്ടക്ടർ? നമ്മൾ ഇതിലിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് എന്താ, നമുക്കവിടെ സോൾഡ് കണ്ടക്ടർ ഈസ് ലെസ് ഫ്ലെക്സിബിൾ ദാൻ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ബി ഇതിൽ നമുക്ക് ബെറ്റർ ചോയ്സ് ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നോക്കാം. വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ലൊക്കേറ്റ് ദി ഫോൾട്സ് ഇൻ യു ജി കേബിൾസ്? യു ജി കേബിൾസിന്റെ ഫോൾസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഓക്കെ, ഫോൾസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇതാക്കുന്നത് ഏതാ? ലൂപ്പ് ടെസ്റ്റ് അല്ലേ? വിച്ച് ടെസ്റ്റ് ഇസ് കണ്ടക്ടഡ് ലൊക്കേറ്റ് ദി ഫോൾട്സ് ഇൻ യു ജി കേബിൾസ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ലൂപ്പ് ടെസ്റ്റ്. അതായത് മുറേ അല്ലെങ്കിൽ വേരി ലൂപ്പ് ടെസ്റ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ലൊക്കേറ്റ് ദി ഫോൾട്സ് ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്. ഓക്കെ, അതായത് നമുക്ക് തന്നെ ബൈ കമ്പയറിംഗ് ദി റെസിസ്റ്റൻസ് ആംസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദി ഡിസ്റ്റൻസ് ടു ദി ഫോൾട്ട്. ഓക്കെ, അപ്പൊ ലൂപ്പ് ടെസ്റ്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. മൂന്നാമത്തോ, വാട്ട് ഇസ് ദി യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴും എന്താ മെഗാ ഓമിലായിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ? മെഗാ ഓമിലാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് നോർമൽ അത് വെരി ഹൈ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെഗാ ഓമിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മെഗർ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മെഗർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? വിച്ച് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ഇതിലിപ്പം പറയുകയാണെങ്കിൽ ജർമേനിയം അല്ലെ? ജർമേനിയം, സിലിക്കൺ ഒക്കെ എന്താ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. അതേപോലെ യുറേക്കും മഗ്നാറ്റിനും ഒക്കെ എന്താ അലോയ്സ് ആണല്ലേ? അതേപോലെ എബണൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻസുലേറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജർമേനിയാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്? സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അല്ലെ? അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും? ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെ? തെറ്റിക്കല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ നമുക്കൊരു കാര്യം, KVL എക്സ്പ്രസ് ദി കൺസർവേഷൻ ഓഫ് എന്താ, അതേപോലെ KCL, കിർച്ചോസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് KCL ആണ്. KCL എക്സ്പ്രസ് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലെ? തെറ്റിക്കല്ലേ, കാരണം വെച്ചാൽ ഇത് ബേസ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് KCLും KVLും ബേസ് ചെയ്തിട്ട് എപ്പോഴും എന്താ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. KCL എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് ചാർജ്, KVL എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് എന്താ, നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി ചാർജ് ഓഫ് സോറി വാട്ട് ഇസ് ദ ചേഞ്ച് ഓഫ് ദി റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദി കണ്ടക്ടർ ആസ് ഇറ്റ്സ് ഡയമീറ്റർ ഇസ് ഡബിൾഡ്? നമുക്കറിയാം R ഈസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു L ബൈ A ആണ്. ഡയമീറ്റർ ഡബിൾ ചെയ്തു. ഓക്കെ, അപ്പം റോ ഇൻറ്റു L ബൈ A എന്ന് പറഞ്ഞാൽ πd².
ബൈ 4 ആണ് അല്ലെ. അപ്പൊ ഇത് 2D ആയി. അപ്പൊ എന്താ സംഭവിക്കാം? ആ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഡി ബൈ 2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഡയമീറ്റർ ഡബിൾ ആവെന്ന് പറയുമ്പോൾ റോ ഇൻറ്റു എൽ ബൈ പൈ ഇൻറ്റു 2D ദ ഹോൾ സ്ക്വയർ ബൈ 4. ഇപ്പൊ എത്ര വരും? റോ ഇൻറ്റു എൽ ബൈ പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 വന്നു. പിന്നെ 2 സ്ക്വയർ പുറത്ത് വന്നു അല്ലെ. അപ്പോൾ എന്തായി? റെഡ്യൂസസ് ടു 4 ടൈംസ് അല്ലെ, ഡിക്രീസസ് ടു 4 ടൈംസ്. അതായത് റോ ഇൻറ്റു എൽ ബൈ പൈ ഡി സ്ക്വയർ ബൈ 4 ആയി. അപ്പോൾ ഡിക്രീസസ് ടു 4 ടൈംസ്. ഓക്കെ, ഡിക്രീസസ് ടു 4 ടൈംസ്. ആറാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നുമില്ല, നമ്മൾ ആ ഡിയുടെ സ്ഥാനത്ത് നമ്മൾ 2D കൊടുക്കുക. അപ്പോഴെന്താ 4 വരും. അപ്പോൾ ഏറ്റവും ഇനിഷ്യൽ കണ്ടീഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ 4 ടൈംസ് റെഡ്യൂസ് ആയി. വിച്ച് മെറ്റീരിയൽ is having the negative temperature coefficient of property? കാർബൺ ആണല്ലേ. ഓക്കെ, കാർബൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഉള്ളത്. വിച്ച് വൺ ഡിഫൈൻസ് ദി ചേഞ്ച് റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെന്റിഗ്രേഡ്? അത് നമ്മുടെ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് അല്ലേ. ഓക്കെ, ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നത്തിങ് ബട്ട് ചാർജ് ആണ് അല്ലെ. ചാർജ് ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ടി ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, തെറ്റിക്കല്ല. പത്താമത്തെ, ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ? ഓം മീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. ഓക്കെ, അല്ല നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് കണ്ടുപിടിക്കാം. റോ ഇൻറ്റു എൽ ബൈ, അപ്പൊ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ഇൻറ്റു എ ബൈ എൽ അല്ലെ. ആറിൻ്റെത് ഓം, മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ കട്ടായിട്ട്, അപ്പൊ ഓം മീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 11 നോക്ക്. 12 വോൾട്ട് ബാറ്ററി വിത്ത് ഇന്റർ റെസിസ്റ്റൻസ് ഓഫ് 1 ohm is connected to an external resistor RL. RL എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ. The terminal voltage drops to 9 volt. Find the value of RL. ഇതിലിപ്പം 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ലോഡ് ഇവിടെ 12 വോൾട്ട് ഉണ്ട്. ഇവിടെ എത്രയുള്ള RL. ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 9 വോൾട്ട് ആണ്. ഇവിടെ ഒരു ഇന്റർ റെസിസ്റ്റൻസ് 1 ohm ഉണ്ട്. അപ്പൊ ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 3 വോൾട്ട് ആണ്. അപ്പൊ അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 3 ആംപിയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ 3 ആംപിയർ ആയിരിക്കും സെയിം ആയിട്ട് എല്ലാത്തിലും പോകുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ 3 ആംപിയർ. അപ്പൊ RL is nothing but 9/3. It is nothing but 3 ohm. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, 11ാമത്തെ ആൻസർ ഓപ്ഷൻ ബി, 3 ohm ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 12. In a complex circuit with 8 nodes and 12 branches, how many independent equations can be derived using the KCL? നമുക്കിപ്പോ അവിടെ n നോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ n-1 ഇക്വേഷൻസ് നമുക്ക് അവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 8 നോഡാണുള്ളത്. അപ്പോ 8 - 1 7 ഇക്വേഷൻസ് നമുക്ക് അവിടെ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 13. If the resistance of a wire doubles when its temperature is increases by 200 degrees Celsius, the temperature coefficient of resistance is? നമുക്കറിയാം R2 is nothing but R1 into 1 plus alpha delta T അല്ലെ. R2 is nothing but R1 into 1 plus alpha delta T. The resistance of a wire doubles എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 200 ആണ്. ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അവിടെ
കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതായത് നമുക്കവിടെ ആൽഫയാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ നമുക്ക് R2 ഈസ് നത്തിങ് ബട്ട് 2R1 എന്ന് പറഞ്ഞ് എഴുതാം അല്ലെ. R2 ഈസ് നത്തിങ് ബട്ട് 2R1 ഡബിൾസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ R1 കട്ടായി പോയി. 2 ഈസ് നത്തിങ് ടു 1 പ്ലസ് 200 ആൽഫ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് കിടത്തിന് 1 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 ആയി. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ 1/200 1/200 എന്ന് പറഞ്ഞാൽ 0.005 പെർ ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് വീഴുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എന്താ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിക്കാം. പക്ഷെ സിമ്പിൾ ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് എല്ലാം മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. The electrochemical equivalent set of a metal is 0.00033. How much current is required to deposit 1 gram of metal in 1 hour? നമുക്ക് അവിടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താ എം ഈസ് നത്തിങ് സെഡ് ഇൻറ്റു ഐ ഇൻറ്റു ടി അല്ലെ. അപ്പൊ എന്നാ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് കറന്റ് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. എം ബൈ സെഡ് ഇൻറ്റു ടി. നമുക്ക് വാല്യൂസ് എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 1 ഗ്രാം ഡിവൈഡ് ബൈ 0.00033 ഇൻറ്റു 1 അവർ ആണുള്ളത്. അവറിനെ നമ്മൾ എന്താ സെക്കൻഡിലേക്ക് നമ്മളവിടെ മാറ്റണം. അപ്പോൾ 1 അവർ 60 ഇൻറ്റു 60 അപ്പൊ 3600 വരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.842 ആംപിയർ എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു. എന്താ പറയുന്നത്? ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർസ് ആർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഡബിൾഡ് ആൻഡ് ഡയമീറ്റർ ഈസ് ഹാഫ്ഡ് ദെൻ ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ് വിൽ ബി. നമുക്കവിടെ ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ 4 എന്നൊക്കെ പറഞ്ഞതാ. എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എ ലെങ്ത് ഡബിൾ ചെയ്തു, ഡയമീറ്റർ ഹാഫ് ചെയ്തു. അപ്പൊ എ ഇസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ബൈ 4 അല്ലെങ്കിൽ എ ബൈ 4 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റും അല്ലെ. പുതിയ എ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് ബൈ 4. അപ്പൊ 4 നേരെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ബൈ 4 ആയി. റോ ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു എൽ ബൈ എ. അപ്പോ 2 ഇൻറ്റു 4 8. അപ്പൊ 8 ആറാണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 8 ആർ. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 17. In a dry cell, the function of manganese dioxide MnO2 is. മാംഗനീസ് ഡയോക്സൈഡിന്റെ ഫങ്ഷൻ എന്താണ്? അത് ഡീപോളറൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നല്ലേ. ഓക്കെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. കാരണം എന്താ? ദ മാംഗനീസ് റിമൂവ്സ് അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും ഹൈഡ്രജൻ പോളറൈസേഷൻ ഇൻ ഡ്രൈ സെൽ ആൻഡ് therefore act as a depolarizer. 17ാമത്തെ ക്വസ്റ്റൻ നോക്ക്. 10 cells of each of 1.5 volt and in resistance of 1 ohm are connected in 2 rows and 5 cells each, 5 in series and 2 in parallel. Find the equivalent EMF and internal resistance. ഇവിടെ 5 സെല്ല് സീരീസ് ആയിട്ടുണ്ട്. അപ്പൊ 5 ഇൻറ്റു 1.5 7.5 വോൾട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇന്റർ റെസിസ്റ്റൻസ് എത്ര? 5 ഓം ആണ്. അപ്പോ ബേസിക്കലി ഇതെന്താ പാരലായിട്ടാണ്. രണ്ടെണ്ണം പാരലാകുമ്പോൾ സെയിം വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവും. 7.5 വോൾട്ട്. അതേപോലെ 2 5 ഓം പാരലാണ്. അപ്പം 2.5 ഓം. 7.5 വോൾട്ടും 2.5 ഓം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. അതായത് 5 സെല്ലും പാരലായിട്ടാണ് ഉള്ളത്. അപ്പൊ 5 സെൽ എഫക്റ്റീവ് 7.5 വോൾട്ട്. പാരലാകുമ്പോൾ സെയിം വോൾട്ടേജ് ആണ്. പിന്നെ പാരലാകുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. അപ്പം 5 വാല്യൂ പറയുമ്പോൾ 2.5 ആയി. ഓക്കെ. പിന്നെ അടുത്തത് ഓവർ ചാർജിങ് ലെഡ് ആസിഡ് സെൽ മേ റിസൾട്ട് ഇൻ.
ഗ്യാസിങ് ആൻഡ് ലോസ് ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ല, ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. ഓവർ ചാർജിങ് കോസസ് ദി എക്സസീവ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, ഗ്യാസിങ് ആൻഡ് ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ലോസ് എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. 19. സൾഫേഷൻ ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി is caused by sulfation. The long term partial discharge without charging. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് എന്താ പറയാം, when a lead acid battery is left partly discharged, hard lead sulfate crystals form on plates and this is known as sulfation. അല്ലെ, സൾഫേഷന്റെ ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 20. Which maintenance practice helps to reduce sedimentation in lead acid cell? Which maintenance practice helps reducing sedimentation in lead acid cell? The periodic equalizing charge ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 21. In the given options, which is the diamagnetic substance? വാട്ടർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, വാട്ടർ ഇസ് ദ എക്സാമ്പിൾ ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതേപോലെ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ എന്താ, ഫെറോമാഗ്നറ്റിക് ആണ് അല്ലെ, സ്റ്റീല് ഫെറോമാഗ്നറ്റിക് ആണ്. അതേപോലെ പ്ലാറ്റിനും എയറൊക്കെ എന്താ, വീക്കിലി പാരാമാഗ്നറ്റിക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിന്റെ മാഗ്നറ്റിക്, അതായത് ഡയാമാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ, ഫെറോമാഗ്നറ്റിക് ആണോ, അതിൽ സൈഡിന്റെ വാല്യൂ എന്തായിരിക്കും, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാതെ ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ എക്സാമ്പിൾ, which defines the flux density is always lagging behind the magnetizing force. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഹിസ്റ്ററിസിൽ ബി ലാഗ്സ് ബിഹൈൻഡ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എച്ച് ഡ്യൂറിംഗ് ദി മാഗ്നറ്റൈസേഷൻ സൈക്കിൾ. അപ്പൊ ബി ലാഗ്സ് ബിഹൈൻഡ് എച്ച്. ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എച്ച് ആണ് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്, അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. അതായത് ഹിസ്റ്ററിസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് അല്ലെ. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ലാഗിംഗ് ബിഹൈൻഡ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഡ്യൂറിംഗ് ദി മാഗ്നറ്റൈസേഷൻ സൈക്കിൾ. ഓക്കെ, ഹിസ്റ്ററിസിസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്. ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു, സോറി അത് റെസിസ്റ്റിവിറ്റി ആണല്ലേ, ഞാൻ ഇസ് നത്തിങ് ബട്ട് അതേ സെയിം സാധനം തന്നെ നമുക്ക് ഞാൻ റിലക്റ്റൻസിലേക്ക് വരാം. അപ്പോ റിലക്റ്റൻസ് പറഞ്ഞാല് എം എം എഫ് ബൈ ഫ്ലക്സ് അല്ല, റിലക്റ്റൻസ് പറഞ്ഞാല് എം എം എഫ് ബൈ ഫ്ലക്സ്. എം എം എഫിന്റെ യൂണിറ്റ് എന്താ, ആംബിയർ ടേൺസ്. ഫ്ലക്സിന്റെ വെബർ, അപ്പൊ ആംബിയർ ടേൺസ് പെർ വെബർ. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകുന്നത്, അത് പലപ്പോഴും എന്താ പറയുക കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കുറെ ടേംസ് പഠിക്കേണ്ടത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ റിലക്റ്റൻസ് പറഞ്ഞാൽ എം എഫ് ബൈ ഫ്ലക്സ് ആണ്. അപ്പൊ എം എഫിന്റെ ആംബിയർ ടേൺസ് ആണ്, ഫ്ലക്സിന്റെ വെബർ ആണ്. അപ്പൊ ആംബിയർ ടേൺസ് പെർ വെബർ ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. 24. വിച്ച് ഫാക്ടർ അഫക്ട്സ് ദി പൊളാരിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഡയറക്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് എന്താ പറയുക, പൊളാരിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ത്രൂ ദി കോയിൽ ആൻഡ് ഫോളോയിങ് ദി റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, വാട്ട്സ് ദി യൂണിറ്റ് ഓഫ് എസ് എ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി? ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 5/A ആണ് അല്ലെ. അപ്പൊ നമുക്ക് ടെസ്ലയുടെ കേസിൽ പറയാം, അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ പറയാം. വെബർ പെർ മീറ്റർ ഉണ്ട്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് എടുത്തിട്ടുണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ ടെസ്ല. കാരണം വെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ 5/A ആണ് അല്ലെ. തെറ്റിക്കല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അടുത്തത്, വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലേറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ കപ്പാസിറ്റർ? സി ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ എ ബൈ ഡി ആണ്. അപ്പൊ ഡി കുറഞ്ഞു, ഡി കുറഞ്ഞാൽ സി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക അല്ലെ. ഓപ്ഷൻ സി.
What indicates the shape of a BH curve of a material? This is the magnetic properties of the material. അല്ലേ? നമുക്ക് എന്താണ് ബി എച്ച് കർവിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോസ് ദി മാഗ്നറ്റൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ പെർമബിലിറ്റി അല്ലെങ്കിൽ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നുള്ള ഇതിൽ നമുക്ക് ഡെഫിനിഷൻ പറയാം അല്ലെ. വാട്ട് വിൽ ബി ദ എഫക്ട് ഇൻ എ പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഈസ് റിവേഴ്സ്ലി കണക്റ്റഡ്? എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ഡി ആണെന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ. 29. വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്? മോണോലിത്തിക് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. അതായത് മോണോലിത്തിക് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് അറ്റ് റേഡിയോ ഫ്രീക്വൻസീസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗുഡ് ഫ്രീക്വൻസി പെർഫോമൻസ് ആൻഡ് സ്മോൾ സൈസ് അല്ലെ. ഓക്കെ. 30. വിച്ച് ഈസ് ദ കോസ് ഫോർ മ്യൂട്ടേഷൻ ഓഫ് പെർമബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ? ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. ഓക്കെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. നമുക്കറിയാം ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ എന്താ പെർമബിലിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല അല്ലെ. അപ്പൊ ഇറ്റ് വാരീസ് വിത്ത് മാഗ്നറ്റൈസേഷൻ ലെവൽ ഓർ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഓൺ ദി ബി എച്ച് കർവ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. 31. ഫോം ഫാക്ടർ. വാട്ട് ഇസ് എ ഫോം ഫാക്ടർ ഓഫ് എ സിനുസോയ്ഡൽ എ സി? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ആർ എം എസ് ബൈ ആവറേജ് വിലയാണ്. ആർ എം എസ് ബൈ ആവറേജ് വിലയാണ് ഫോം ഫാക്ടർ. അപ്പം സൈൻ വേവിന്റെ കേസിൽ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ 1.11 എന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 32. ഫോർ എ സിനുസോയ്ഡൽ വേവ് ഫോം ദി ഇഫക്റ്റീവ് വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ഈസ്. ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇ ആർ എം എസ് അല്ലെങ്കിൽ ഇ എം ബൈ റൂട്ട് അല്ലേ. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. അതായത് ആർ എം എസ് അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2 ആണല്ലേ. ഓക്കെ. ഇ എം ബൈ √2 ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവും. 33. വാട്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് ഇൻ എ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം? സ്റ്റാർ കണക്റ്റഡ് കേസിൽ വി ഫേസ് ഈസ് നത്തിങ് ബട്ട് വി എൽ ബൈ √3. വി ലൈൻ ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു വി ഫേസ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഡെൽറ്റയുടെ കേസിൽ വി ഫേസ് ഇസ് നത്തിങ് ബട്ട് വി എൽ. 34 വരെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 35. വാട്ട് ഇസ് ദ മെഗർ റീഡിംഗ് ഇൻ ഡെഡ് ഷോർട്ട് സർക്യൂട്ട്? ഡെഡ് ഷോർട്ട് വയറിംഗ് ഇൻസ്റ്റാളേഷൻ. ഡെഡ് എന്ന് പറയുമ്പോൾ ഡെഡ് ഷോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ 0 മെഗാ ഓം ആണ് കറക്റ്റ് ആയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? മെഗർ വെച്ചിട്ടാണ്, മെഗാ ഓമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അതായത് ഡെഡ് ഷോർട്ട് എന്ന് പറയുന്നത് അവിടെ 0 ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ മെഗർ എന്ത് ചെയ്യും? 0 ആയിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി 4 ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ഗ്രൂപ്പ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ക്വാഡ് അല്ലെ. ക്വാഡ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് ഇ സി സി? ഇ സി സി എന്ന് പറഞ്ഞാൽ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. കേബിൾ ആയിട്ട് നിങ്ങൾ മാറല്ലേ. എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ. വിച്ച് ടൈപ്പ് ഓഫ് ലോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ എൽ സീരീസ് എം സി ബി? ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. നമ്മളവിടെ ഡി സി മെഷീൻസിലൊക്കെ അല്ലെങ്കിൽ മോട്ടോഴ്സിലൊക്കെ നമുക്കവിടെ, സോറി ഡി സി മെഷീൻ അല്ല, മോട്ടോഴ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ അല്ലേ യൂസ് ചെയ്യുക. മോട്ടോഴ്സ് അതേപോലെ എ സി.
എൽ സീരീസ് എം സി ബി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ലോഡ്സിന്റെ കേസിലാണ്. അതേപോലെ ചെറിയ സ്റ്റാർട്ടിംഗ് സർച്ചുകൾ അടിക്കുകയാണ് നമ്മൾ എൽ സീരീസ് എം സി ബി എസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, 39 നോക്ക്. വിച്ച് ടൈപ്പ് ഓഫ് കണ്ടുവിറ്റ് യൂസ്ഡ് ഫോർ ഗ്യാസ് ലൈറ്റ് എക്സ്പോഷൻ ഇൻസ്റ്റലേഷൻ? റിജിഡ് സ്റ്റീൽ കണ്ടുവിറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. സ്റ്റീൽ കണ്ടുവിറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഗ്യാസ് ലൈറ്റ് എക്സ്പോസീവ് ഇൻസ്റ്റാളേഷൻസിന് വേണ്ടി കേസിൽ. ഇൻ ആൻ എ സി സർക്യൂട്ട് ദ റേഷ്യോ ഓഫ് കെ ഡബ്ല്യു ബൈ കെ വി എ. കോസ് 5 വി എ ദിസ് ബട്ട് പവർ ഫാക്ടർ. പെട്ടെന്നൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ആയിട്ടൊക്കെ വരാം അല്ലെ. അപ്പൊ നമ്മൾ നേരെ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. വി എ കോസ് ബൈ വി എ പവർ ഫാക്ടർ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് യോക്സ് ഇൻ എ ലാർജ് കപ്പാസിറ്റി ഡി സി ജനറേറ്റർ? നമുക്കറിയാം ഡി സി മെഷീൻസിന്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ റോൾഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. 41 ആൻസർ ഓപ്ഷൻ സി. 42 വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഓഫ് ഡി സി മെഷീൻ? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ ഹാർഡ് റോൺ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഹാർഡ് റോൺ കോപ്പർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 43 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. 44 ഹൗ മെനി നമ്പർ ഓഫ് ബ്രഷ് പൊസിഷൻ റിക്വയർഡ് ഇൻ എ സിംപ്ലസ് ലാപ്പ് വൗണ്ട് 4 പോൾ ഡി സി മെഷീൻ? ലാപ്പ് വൗണ്ട് ആണ്, 4 പോൾ ആണ്. അപ്പൊ എത്ര 4 പോൾസ് ഉണ്ടെങ്കിൽ എത്ര ഇതുണ്ടാവും? 4 തന്നെ ഉണ്ടാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 45 വാട്ട് വിൽ ബി ദി എം എഫ് ജനറേറ്റർ ഇൻ ഡി സി 4 പോൾ ലാപ്പ് വൗണ്ട് ജനറേറ്റർ ഹാസ് 600 ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആൻഡ് ഫ്ലെക്സ് പെർ പോൾ ഈസ് 20 മില്ലി വെബർ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 1500 rpm. E is nothing but N5 ZP by 60 AR. അല്ലേ. അപ്പൊ ഇവിടെ ലാപ്പ് വൗണ്ട് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എ ഷുഡ് ബി സിക്കൽ ടു പി ആണ്. അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. എന്ന് പറയുമ്പോൾ 1500 ആണ്. 5 എന്ന് പറയുമ്പോൾ 20 മില്ലി വെബർ. അപ്പൊ 20 മില്ലി വെബർ എന്ന് പറയുമ്പോൾ 0.02 കണ്ടക്ടേഴ്സ് എത്ര 60 60. അപ്പൊ 150 ഇൻറ്റു 2 അപ്പൊ 300 വോൾട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാം കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 46 which of the following will be the reason for losing residual magnetism in a self-excited DC generator? Self-excited DC generator കേസ് കാണുന്നുണ്ടെങ്കിൽ generator kept idle for long time, generator subjected to too much heat, generator heavily loaded. എല്ലാം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 47 കോമ്പൻസേറ്റീവ് മൈനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 48 which material is used for making starting resistance of a 3-point and 4-point starters? സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക യുറേക്ക മെറ്റീരിയൽസ് ആണ് അല്ലെ. യുറേക്ക വയറാണ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 49 in a differential compound DC generator, series field opposes the shunt field and this action is called as. നമുക്കറിയാം when a series field opposes the shunt field, the compound generator is differentially compounded and the opposition is called buck അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 50 the stud contacts of 3-point and 4-point starters are made up of. Stud contacts ആണ്. Stud contacts are made up of brass അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 51 which method is adopted to start a single phase induction motor? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിങ് എന്താ? നമ്മൾ സ്പ്ലിറ്റ് ഫേസ് മെത്തേഡ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ടാവും. 2 ഫേസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. സ്പ്ലിറ്റ് ഫേസ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 52 വാട്ട് ഇസ് ദി റോട്ടർ ഫ്രീക്വൻസി ഓഫ് എ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ at the time of starting അല്ലെ. നമുക്കറിയാം എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ എസിന്റെ എഫ് ആണല്ലേ. സ്റ്റാർട്ടിംഗിൽ എസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്പീഡ് ഈസ് കോൾഡ് ദ സിഗ്നൽ സ്പീഡ് ഇൻ എ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ?
എന്താ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് ഓഫ് ദി സ്റ്റേറ്റർ അല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 84. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിംഗ് നോഡ് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ദി ത്രീ ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ? ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല, അതായത് നമ്മുടെ എക്സ്റ്റേണൽ റോഡ് റെസിസ്റ്റൻസ് ആഡ് ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, ടോർക്ക്, സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്യാം, അവിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ സ്റ്റാർട്ടിംഗ് കറന്റിനെ നമുക്ക് അവിടെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സ്റ്റാർട്ടിംഗ് കറന്റ് ലിമിറ്റ് എന്നുള്ളത് ഇല്ല അവിടെ. ഓക്കെ, അവിടെ വാട്ട്സ് ദി ഫംഗ്ഷൻ ഓഫ് ടൈമർ ഇൻ ഓട്ടോമാറ്റിക് സ്റ്റാർ സ്റ്റാർട്ടർ? അത് നമുക്ക് സ്റ്റാറിന് ഡെൽറ്റയിലേക്ക്, അതല്ലേ, സ്റ്റാറിന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. 56. തെർമൽ ഓവർലോഡർ ലേസ് പ്രൊവൈഡ് സ്റ്റാർട്ടർ ടു പ്രൊട്ടക്ട് ദി മോട്ടോർ അഗെയിൻസ്റ്റ് തെർമൽ. തെർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് എക്സസ് കറന്റിനെ ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാം. എക്സസ് കറന്റ്, അതായത് തെർമൽ ഓവർലോഡ് റിലേസ് പ്രൊട്ടക്ട് ദി മോട്ടോർസ് ഫ്രം ഓവർ കറന്റ് അല്ലെങ്കിൽ ഓവർലോഡ് ബൈ ട്രിപ്പിംഗ് ആഫ്റ്റർ ദി ഹീറ്റിംഗ് എഫക്ട്. അപ്പൊ എക്സസ് കറന്റ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ്ഡ് ഇൻ കപ്പാസിറ്റർ കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ? നമുക്ക് എന്തിനാ, അതായത് നമുക്കവിടെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സ്പീഡ് എവിടെ എത്തുമ്പോൾ ഒരു 75 to 80% സ്പീഡ് എത്തുമ്പോൾ നമുക്ക് അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്കണക്ട് ദി, എല്ലാം ഡിസ്കണക്ട് തന്നെയാണ്, ഡിസ്കണക്ട് ദി സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആഫ്റ്റർ റീച്ച് 75 to 80% ഓഫ് ദി സ്പീഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. 58. വിച്ച് ഡിവൈസ് അവോയ്ഡഡ് ഇൻ പാനൽ ബോർഡ് അസംബ്ലി? ഇതിൽ നമുക്ക് സെൻസേഴ്സ് പറയാം അല്ലെ, സെൻസേഴ്സ് പറയാം. കോമൺ ആയിട്ട് ഉണ്ടാവുക ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും, പുഷ് ബട്ടൺ ആയിരിക്കും, അതുകൂടാണ്ട് എന്താ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പും ഉണ്ടാവും അല്ല. നമുക്കിതില് സെൻസർ എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് സ്വിച്ച് ഗിയർ കമ്പണന്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമല്ല സെൻസർ. ഓക്കെ. 59. വാട്ട് ഇസ് ദി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദി വൈൻഡിങ്സ് ഇൻ ദി ത്രീ ഫേസ് മോട്ടോർ? ദിസ് നത്തിങ് ബട്ട് 120 degree. വിച്ച് ഈസ് ദ ഓർഡർ ഓഫ് ഫേസ് സീക്വൻസ് ഇൻ എ ത്രീ ഫേസ് സപ്ലൈ? ദിസ് നത്തിങ് ബട്ട് R/B. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫേസ് സീക്വൻസ് വന്ന R/B ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഡാമിംഗ് ഡോർ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കൺട്രോൾ സ്പ്രിങ്സ് ആർ മേഡ് അപ്പ് ഓഫ്? കൺട്രോൾ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്നുണ്ടാവുക ഫോസ്ഫർ ബ്രോൺസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ അവിടെ തെറ്റിക്കരുത്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ ഫോസ്ഫർ ബ്രോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ നേരെ ഇതാക്കുന്നത്. പക്ഷെ എല്ലാ ഓപ്ഷനും നോക്കുക, ബെർലിയം കോപ്പർ നമ്മളോട് യൂസ് ചെയ്യാറുണ്ട്, ബോത്ത് A and B ഉണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, തെറ്റിക്കല്ലേ. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഫോസ്ഫർ ബ്രോൺസ് ആണ്, അത് അറിയുന്നതാണ്, പെട്ടെന്ന് തരും. പക്ഷെ ബാക്കിയുള്ള ഓപ്ഷനുകൾ നോക്കൂല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, കുറെ നെഗറ്റീവ് അടിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് അറിയുന്നതാണ്, കൺട്രോൾ സ്പ്രിംഗിൽ ആർ മേഡപ്പ് ഓഫ് ഫോസ്ഫർ ബ്രോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂല, അപ്പൊ നേരെ അതിലേക്ക് പോകും. പക്ഷെ ബെർലിയം കോപ്പറും കൂടി ഉണ്ട് അവിടെ. അപ്പൊ ബോത്ത് A and B ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, when the pointer of indicator instrument is in the final deflected position, DC is equal to TD ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കറക്റ്റ് ആ മെഷർമെന്റ് നടക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിലാണ് ഉള്ളത്. ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡാമിംഗ് കറന്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, കാരണം വെച്ചാൽ അതിനെ ഓപ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 64. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓപ്ഷൻ എ കറക്റ്റ് ആണ്.
കറക്റ്റ് ആണ്. ഇപ്പൊ ഓപ്ഷൻ എ ബോത്ത് 1 and 2 ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്? മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ പറയുമ്പോൾ എന്താ ഓപ്ഷൻ ബി മാത്രമാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ്. അതേപോലെ ഡി സിയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓപ്ഷൻ സി ഓൺലി 2 ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. 66. വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? സെൽഫ് ഇൻഡക്ഷൻ അല്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ. എം എഫ് ഇസ് 4.45 എം ഇൻറ്റു എഫ് ഇൻറ്റു എൻ. ഓക്കെ. ഓപ്ഷൻ സി ബോത്ത് 2 and 3 ആണ് കറക്റ്റ്. സെൽഫ് ഇൻഡക്ഷൻ അല്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് പറയാം അല്ലെ. 67. വാട്ട് ഇസ് ദി ഫംഗ്ഷൻ ഓഫ് കൺസർവേറ്റർ ഇൻ എ ട്രാൻസ്ഫോമർ? കൺസർവേറ്റർ കൺസർവേറ്റർ എന്ന് പറയുമ്പം ഓയിൽ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെ. അതായത് അലൗസ് ദി എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ലെവൽ ഡ്യൂ ടു ദി ലോഡ് വേരിയേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 68. 2200 volt 20 kV ideal transformer 66 turns in secondary. Number of primary turns. നോക്കാം. ടേൺസ് അല്ലെങ്കിൽ വോൾട്ടേജ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ പോലെ. ടേൺസ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ടേൺസ് റേഷ്യോ 2000/200 ഷുഡ് ബി ഈക്വൽ ടു 10/66 അല്ലെ. ഇപ്പൊ ഇത് എത്രയായി? 10 ആയി. അപ്പൊ n is nothing but 66 into 10. എത്ര? 660. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 69. The following statements are correct about the parallel operation of two transformer. വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, കെ വി റേറ്റിംഗ് സെയിം ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ. പിന്നെന്താ? ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ ദ റെഗുലേഷൻ ഓഫ് ബോത്ത് ട്രാൻസ്ഫോമർ മസ്റ്റ് ബി സെയിം. ഓപ്ഷൻ ബി അല്ലേ വരാം. ഓക്കെ. അതായത് 1, 3 ആണ് അവിടെ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. കെ വി റേറ്റിംഗ് സെയിം ആവണം നമുക്ക് അവിടെ നിർബന്ധമില്ല. ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിർബന്ധമില്ല. അപ്പൊ ബെറ്റർ ചോയ്സ് എന്താ? ഓപ്ഷൻ ബി ആണ്. 70. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? Which also relay is placed between transformer oil tank and conservator? കറക്റ്റ് ആണ് അല്ല. അപ്പൊ ബി അല്ലാന്നില്ല, നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ള കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് അവിടെ ഒഴിവാക്കാം. ഇത് പറയാൻ വേണ്ടി പറ്റില്ല ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. ചേഞ്ചസ് ടു ബ്ലൂ അല്ല, ബ്ലൂ ടു പിങ്ക് ആണ് അല്ലെ. ബ്ലൂ ടു പിങ്ക് ആണ്, ചേഞ്ചസ് ടു ബ്ലൂ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബേസ് ഓഫ് എൻ ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ എന്ന് പറയുമ്പോൾ ബേസ് എന്താ? 8 ആണ് അല്ലെ. അപ്പം 0 to 7 ആയിരിക്കും ഉണ്ടാവുക. വാട്ട് ഇസ് ദി സം ഔട്ട്പുട്ട് ഓഫ് എ ഹാഫ് ആഡർ വെൻ ബോത്ത് ഇൻപുട്സ് ആർ 1? ഹാഫ് ആഡറിന്റെ കേസിൽ രണ്ടും 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താ? 0 ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ആ ഒരു ടേബിളൊക്കെ നിങ്ങൾ പഠിക്കാട്ടോ, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഹാഫ് ആഡറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ
എ എക്സോർ ബി ആണ് അല്ലെ? അപ്പൊ സീറോ. ഇൻ ഡിജിറ്റൽ സിസ്റ്റം ദ റോൾ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എന്താ? ടു സ്റ്റോർ ദി ഡാറ്റ ടെമ്പററിലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 74. The comparison of the actual output of a DAC with expected output is known as. ആ നമുക്ക് അക്യുറസിന്റെ ടേമിൽ നമുക്ക് ഇവിടെ പറയാം. For soldering integrated circuits in the printed circuit boards PCB, what type of soldering ion tip is best? കോണിക്കൽ ആണോ? നമ്മളെന്തോ മുന്നേ നമ്മൾ ഏതൊരു ഇതില് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. കോണിക്കൽ അല്ലെങ്കിൽ ഒരു ഫൈൻ ടിപ്പ് is suitable for soldering integrated circuits on PCB. കാരണം എന്താ, അവിടെ നമുക്ക് പി സി ബിയിൽ നമുക്ക് അവിടെ എന്താ പ്രിസിഷൻ കുറച്ചധികം ആവശ്യമുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് കോണിക്കലിന്റെ രീതി നമുക്ക് അവിടെ പറയാം. The frequency of oscillation of a UJT relaxation oscillator is determined by ആർ സി ടൈം കോൺസ്റ്റന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. 77. വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ജെ എഫ് ഇ ടി? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണല്ലേ അതിന്. എ ആണ്. എ ട്രാക്ക് ക്യാൻ ബി ട്രിഗേർഡ് ബൈ അപ്ലൈങ്. ട്രാക്കിന്റെ കേസിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗേറ്റ് പൾസ് നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 79. വാട്ട് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് എൻ ഓൺലൈൻ യു പി എസ് ഓവർ ഓഫ്ലൈൻ യു പി എസ്? ഓക്കെ, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദി ചേഞ്ച് ഓവർ ആൻഡ് ട്രാൻസിഷൻ പ്രോബ്ലംസ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി സെയിം ആസ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 81. Which of the following statement is correct regarding the non-conventional energy source? Non-conventional energy source non-conventional എനർജിക്ക് എക്സാമ്പിൾ ആണ് വിൻഡ്, ടൈഡൽ, സോളാർ, ജിയോ തെർമൽ പ്ലാന്റ്. റിന്യൂവബിൾ ആൻഡ് ഡു നോട്ട് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. കറക്റ്റ് ആണ്. എനർജി ജനറേറ്റഡ് യൂസ് ഫ്യൂവൽ അല്ല അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 82. വിച്ച് ഇസ് ദി മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ബയോഗ്യാസ്? മീതേൻ ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മീതേൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ്. അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? റണ്ണിംഗ് കോസ്റ്റ്, കൺസ്ട്രക്ഷൻ, ഫ്രീ ഫ്രം പൊല്യൂഷൻ. ഓൾ ഓഫ് ദീസ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം ഓക്കെ, ഒരു ഇതില് നമുക്ക് അവിടെ പറയാം. ഇതില് ബെറ്റർ ചോയ്സ് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ്. 84. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി വാട്ടർ ടർബൈൻ? വാട്ടർ ടർബൈൻ കേസിൽ ഫ്രാൻസിസ് ആൻഡ് കപ്ലർ ടർബൈൻസ് ആർ റിയാക്ഷൻ ടർബൈൻസ്. വാട്ടർ ടർബൈൻസ് generally classified into impulse and reaction turbines. Impulse turbines are used for high loads. Sorry, high heads. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി 1, 2, 3 ആർ കറക്റ്റ്. ഓക്കെ, തെറ്റിക്കല്ലേ. 85. Which of the following statements are correct regarding the solar panels? സോളാർ പാനൽസിന്റെ കേസിൽ സോളാർ സെൽസ് കണക്ട് എടുത്തത് അല്ല. സോളാർ സെൽ ആർ മേഡ് ഓഫ് സിലിക്കൺ ഇൻസ്റ്റാൾഡ് ഇൻ ദി പ്രോപ്പർ ടിൽറ്റ് ആംഗിൾ. ശരി. ബോത്ത് 2 and 3 ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. ഓൺലി ഇൻ സീരീസ് ഫോം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞത്. കാരണം സീരീസ് പാരലൽ കോമ്പിനേഷൻ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലി ഇൻ സീരീസ് ഫോം എന്നുള്ള രീതിയിൽ പറഞ്ഞു. 86. Which of the following components is used in wind power generation? ഗിയർ ബോക്സും റോട്ടർ ബ്ലേഡ്സും. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 87. Which of the following statement is correct regarding the demerits of solar energy? Demerits എന്ന് പറയുമ്പോൾ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് കറക്റ്റ് ആണ്. ലെസ് റിലയബിൾ ആൻഡ് എഫിഷ്യൻസി. കാരണം വെച്ചാൽ അതും എപ്പോഴും നമുക്ക് റിലയബിൾ ആയിട്ട് കിട്ടില്ല.
പിന്നെ cannot be used for based on demand. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്. 88 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ആ പെൻസ്റ്റോക്ക് പ്രൊട്ടക്ഷൻ ഡിവൈസ് യൂസിംഗ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താ സബ്ജ് ടാങ്ക് വരുമ്പോൾ നിങ്ങൾ നേരെ സബ്ജ് ടാങ്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ സർജ് ടാങ്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദി ഹാമർ അല്ലെ, അതായത് വാട്ടർ ഹാമർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഹൈഡ്രോജേറ്റ് പെർഫാൻറ്റീസ്. അപ്പൊ അവിടെ നോക്കുന്ന എയർ വാൾവും കൂടി നമുക്ക് അവിടെ എന്താ യൂസ് ചെയ്യാം. കാരണം വെച്ചാല് നമുക്കവിടെ എയർ അല്ലെങ്കിൽ വാക്വത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എയർ വാൾവ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആൻഡ് ബി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 89. Which component in steam power station is fully extract heat from the flue gas and give it to the furnace for cold combustion? അപ്പൊ ഇത് നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഇസ് സത്യം ബട്ട് എയർ പ്രീ ഹീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 90ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ക്യാൻസൽ ആക്കിയ ക്വസ്റ്റ്യൻ ആണ്. 91. A 220 kV voltage belongs to ഡാഷ് ഓഫ് ദി ഫോളോയിങ്. 220 kV എന്ന് പറയുമ്പോൾ പ്രൈമറി ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. ദ കേബിൾ വിച്ച് കണക്റ്റഡ് ബിറ്റ്വീൻ ദ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് കൺസ്യൂമർ. സർവീസ് മെയിൻ ആണ് അല്ലെ, സർവീസ് മെയിൻ ആണ് ഡിസ്ട്രിബ്യൂട്ടർ തൊട്ടിട്ട് കൺസ്യൂമർ വരെ. അപ്പൊ ഇതില് ഡിസ്ട്രിബ്യൂട്ടറും അതേപോലെ ഫീഡർ, അതിലൊക്കെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ട. അതായത് കറണ്ട്, നമ്മൾ ടാപ്പിങ്സ് എവിടെയാണ് എടുക്കുന്നത്, അപ്പൊ അവിടെ കറണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഫീഡറിൽ വോൾട്ടേജ് എന്തായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. 93. സിംഗിൾ ഷെഡ് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. 94. വൺ ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഡിസൈൻ ടു വർക്ക് അറ്റ് 11 kV ആണല്ലേ, 11 kV ആണ് ഉണ്ടാവുക. 95. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് സപ്പോർട്ട് ആൻഡ് ലോവർ പോയിന്റ് ഓഫ് കണ്ടക്ടർ ഈസ് കോൾഡ്. ഇത് നമ്മുടെ സാഗ് അല്ലേ? ഓക്കെ, സാഗ് അല്ലേ? ഓപ്ഷൻ സി. യൂണിവേഴ്സൽ പി ജി ക്ലാംസ് ആർ യൂസ്ഡ് ഫോർ ജോയിനിങ് ഡിഫറെന്റ് സൈസ് ഓഫ് കണ്ടക്ടേഴ്സ്. BMPG clamp means, BMPG clamps എന്ന് പറയുമ്പോൾ ബയോമെറ്റാലിക് യൂണിവേഴ്സൽ പാരലൽ ഗ്രൂപ്പ്ഡ് ക്ലാംസ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 98. Overhead lines of low and medium voltage should be erected at a height of dash meter across the street. 5.791 ആണ് അല്ലെ. 99. When an overhead line of low and medium voltage passes above a building, the minimum vertical clearance required is, minimum vertical clearance എത്രയാ? 2.493 meter. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഫോർ എ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് റെഗുലേഷൻ ഈസ് 5% അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 100 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഞങ്ങളൊന്ന് താഴ്ന്ന് കമന്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പുള്ള എക്സാംസിന് ഇനിയിപ്പം വേറെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴ്ന്ന് കമന്റ് ഇട്ടാൽ മതി. എക്സാം ആവാറായിട്ടുണ്ടല്ലോ, 10ാം തീയതിയുള്ള എക്സാം. അപ്പോ ഇതേപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.